ഞാനൊരു സെക്ഷൽ പെർവേർട്ടിനെ കാണിച്ചു തരാം. സെക്ഷൽ പെർവേർട്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യത്തോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം നാട്ടിലാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കരുനാഗപ്പള്ളിയിൽ KSRTC ബസ്സിലായിരുന്നു ഈ മധ്യവയസ്കന്റെ ലൈംഗിക ചേഷ്ട. ആദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ ബസ്സുകളിൽ അരങ്ങേറുന്നത് എന്നറിയാം. പക്ഷേ എന്നിട്ടും ഇതിങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? എത്രമാത്രം പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത്? ഇത് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. ഈ മധ്യവയസ്കൻ ഇതിനു മുമ്പ് നടന്ന വാർത്തകളൊന്നും കണ്ടിട്ടില്ലയോ എന്തോ. ഇയാൾ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലെ KSRTC ബസ്സിനുള്ളിൽ കയറിയ ശേഷം ആ ബസ്സിലുണ്ടായിരുന്ന ഭൂരിഭാഗവും സ്കൂളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. സ്കൂൾ യൂണിഫോമിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞു കുട്ടികളെ നോക്കിയായിരുന്നു അയാളുടെ ഈ ചേഷ്ടകൾ മുഴുവൻ. ഈ ചേഷ്ടകൾ കാണിച്ച ഇയാളെ പുറത്തു കൊണ്ടുവരണ്ടേ? എന്താണെങ്കിലും കണ്ണേറ്റി പാലത്തിന് സമീപം ബസ് എത്തിയപ്പോഴാണ് ഇയാൾ കുരുന്നുകളെ നോക്കി, കുട്ടികളെ നോക്കി, സ്കൂൾ വിദ്യാർത്ഥികളെ നോക്കി ഇത്തരത്തിൽ മോശമായി ലൈംഗിക വൈകൃതം അത് ബസ്സിനുള്ളിൽ ഒരു മടിയും കൂടാതെ നാണമില്ലാതെ പ്രകടമാക്കിയത് എന്നുള്ളതാണ്. യാത്രക്കാർ നിറയുണ്ടായിരുന്നു ബസ്സിൽ. അതൊന്നും അയാൾക്ക് ഒരു തരത്തിലും ഗൗനിക്കുന്ന വിഷയമേ ആയിരുന്നില്ല. അയാൾ അതിനെ മാനിച്ചതുപോലുമില്ല. സ്കൂൾ കുട്ടികൾ, ഒപ്പം സ്ത്രീകൾ. ആ ബസ്സിന്റെ ഇദ്ദേഹത്തിന്റെ എതിർവശത്തായിരുന്നവർ അവരാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ നോക്കിയായിരുന്നു കൂടുതലും ഇയാളുടെ ഈ ലൈംഗിക ചേഷ്ട. അതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള കാര്യം. കുറെ നേരമായി ഈ കുട്ടികൾ ഇത് സഹിക്കുന്നു. നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ എപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പ്രതികരിക്കാൻ ഒന്നോ രണ്ടോ കനൽത്തരികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. ഇവിടെയും അതുപോലെ ചില സ്കൂൾ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. ആ വിദ്യാർത്ഥിനികളാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അയാളുടെ മുഖം കൃത്യമായി കാണുന്ന തരത്തിൽ ആ വീഡിയോ ഷൂട്ട് ചെയ്തു. അവർ അത് മാധ്യമങ്ങൾക്ക് ഒപ്പം തങ്ങളുടെ രക്ഷിതാക്കൾക്ക് കൈമാറി. ഇയാൾ ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്, KSRTC ബസ്സിനുള്ളിലാണ്, കണ്ണേറ്റി പാലത്തിന് സമീപമാണ് എന്നുള്ളത് മാത്രമാണ് ഒരു വ്യക്തമായിട്ടുള്ള ധാരണയുള്ളൂ. പക്ഷേ ഈ വീഡിയോ കണ്ട ആരെങ്കിലും ഇയാളെ തിരിച്ചറിയുന്നുവെങ്കിൽ ഒന്നെങ്കിൽ ചവറ പോലീസിൽ അല്ലെങ്കിൽ കരുനാഗപ്പള്ളി പോലീസിൽ അറിയിക്കുക. ഈ കണ്ണേറ്റി പാലം ഈ 2 പോലീസ് സ്റ്റേഷനുകളിൽ അതിർത്തിയാണ്. അപ്പോൾ 2 സ്റ്റേഷനുകൾ ബന്ധപ്പെട്ടാൽ നമുക്ക് ഇയാളെ കൈയോടെ കൂടി പൊക്കാം. ഇത്തരം നിറകെട്ടവന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇനിയും ഇത്തരം സംഭവങ്ങളുമായി വീണ്ടും എത്തരുത്. പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ വീട്ടിലെയും നമ്മളുടെ ഉറ്റവരും സുഹൃത്തുക്കളുമൊക്കെ ഇതുപോലെ സ്ത്രീകളായവർ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ നേരിടുന്ന ഒരു അനുഭവമുണ്ടല്ലോ. ഇത്തരം വൃത്തികെട്ടവന്മാർ ബസ്സിൽ കയറിയാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അത് വരും സമയത്തെങ്കിലും നമ്മൾ ഒരു മാതൃക കണ്ടെത്തേണ്ടിയിരിക്കും.